വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഓഫാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അച്ഛയും കൂടി ഒരു ഡ്രൈവിന് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരം ഇംഗം എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പോൾ അവിടുന്ന് ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് വലമൻ ഫോൾസ്. അപ്പം നമുക്ക് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ, നല്ല സ്ട്രെയിറ്റ് റോഡാണ്. നമ്മളീ പോകുന്ന വഴിക്ക് കുറേ ബീച്ചസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ബുഷ്ലാൻഡ് ബീച്ച്, അങ്ങനെ കുറേ ബീച്ചസ് ഉണ്ട്. സോണ്ടേഴ്സ് ബീച്ച്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ബീച്ചിലൊന്നും ഇറങ്ങണ്ട, പക്ഷെ നമുക്കിങ്ങനെ കാണാം. രാവിലെ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ കുരുത്തംകെട്ട മഴയാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞത്, രാവിലെ മഴയാണ്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം മഴയായിരിക്കും. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മഴയാകുമ്പം പിന്നെ പുറത്തിറങ്ങാനൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ മഴയില്ലായിരുന്നു. യൂഷ്വലി ഇങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം എപ്പോഴും ഒരു വെറ്റായിരിക്കും മിക്കവാറും. നമ്മുടെ അവിടോട്ട് അധികം മഴ പെയ്തില്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല മഴയായിരിക്കും. ടൗൺസിലെ ഏകദേശം ഒരു 60 കിലോമീറ്ററാണ് പലൂമ. അപ്പോൾ ഇതുവഴി ലെഫ്റ്റ് കയറി പോകുന്നതാണ് പലൂമ. കുറേ വാട്ടർഫോൾസ് നല്ലതാണ്. ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. ഇപ്പം മഴയൊന്ന് മാറി നിൽക്കുക. അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ആവും. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ഫ്രോസ്റ്റി മാംഗോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫ്രോസ്റ്റി മാംഗോ. ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പോകാൻ, ഒരു ജ്യൂസൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോകാൻ നല്ല ഒരു സ്ഥലമാണ്. മാവെല്ലാം വളർന്നു. അപ്പോൾ ഇതാണ് ഫ്രോസ്റ്റി മാംഗോ. ഇവരുടെ തന്നെയാണ് ഈ മാവും തോട്ടം ഉണ്ടല്ലേ, ബാക്കിൽ വാഴത്തോട്ടം, പ്ലാവുകൾ. ഇത് ടിം ആണ് ഫ്രോസ്റ്റി മാംഗോയുടെ മാനേജർ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്തിനായി മുരിങ്ങയില പറിക്കുന്നതെന്നല്ലേ. ഇതും കൊണ്ട് അവർ ക്യാപ്സ്യൂളും പൗഡറും ഒക്കെ ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഇഷ്ടം പോലെ തേങ്ങായ ഇവിടെ കണ്ട് വീണ് കിടക്കുന്നതുണ്ടോ, ഇഷ്ടം പോലെ. ചീമപ്ലാവ് കണ്ടോ, ചീമച്ചക്ക ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ തേണ്ട ഉണ്ട്, ഇതാണ്ട് ചീമച്ചക്ക വേണ്ട. അപ്പം നമ്മൾ ഇങ്കത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇങ്ക ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ചെല്ലുക, നമ്മൾ കാര്യങ്ങളെല്ലാം തിരക്കുക, പോവുക. ഞാനേ ഇൻഫർമേഷൻ സെൻ്ററിൽ ചെന്നൊന്ന് ചോദിക്കട്ടെ ഇങ്കത്ത് എന്തെല്ലാം കാണാനുണ്ടെന്നല്ല. അപ്പോൾ അതാവുമ്പോൾ കറക്റ്റായിട്ട് അറിയാമല്ലോ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കാണാനൊക്കെ. ഓക്കെ, ഇവിടെ ഇങ്ങത്തുള്ള പഴയ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു സെമെട്രി ആയിരുന്നു കേട്ടോ.
ഇൻകം സ്റ്റേറ്റ് സ്കൂള്. ഇങ്ങനത്തെ ഹോസ്പിറ്റലുണ്ട്. ഇതാണ് ഇങ്ങനത്തെ ഹോസ്പിറ്റൽ. ക്യൂൻസ്ലാൻഡ് ഹെൽത്തിൻ്റെ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. ഏകദേശം 28 ബെഡാണുള്ളത്. പിന്നെ ഇവിടെ 2-3 പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസും ഉണ്ട്. മുണ്ടയുടെ ഒരു കൂട്ടം തന്നെ കണ്ടോ. അടിപൊളി 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 അടിപൊളി. ഇത് റെയിൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ മിക്കപ്പോഴും മഴയായിരിക്കും. പുറമേ മഴയില്ലെങ്കിലും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മഴയായിരിക്കും. പിന്നെ ഇവിടുത്തെ റോഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്കയിടത്തും നല്ല സ്ട്രെയിറ്റ് റോഡുകളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നമ്മൾ വലമൻ ഫോൾസിൻ്റെ ലുക്കൗട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 2 മിനിറ്റ്സ്. മഴയാണ്, ആകെ വെറ്റാണ്, നല്ല മഞ്ഞുമാണ്. നമ്മൾ വരുമ്പം ഇതായിരുന്നു അവസ്ഥ. മഞ്ഞൊന്ന് ക്ലിയറായിട്ട് വരുന്നു. പിന്നെ അതിലും ശക്തമായിട്ട് മഞ്ഞ് വീണ്ടും മൂടും. മഞ്ഞ് വീണ്ടും മൂടി അവിടെ കണ്ട. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മഞ്ഞ് മൂടുന്നു. ഇതിങ്ങനെ ക്ലിയറായിട്ട് വരുന്നുണ്ട്. ഇതാണ് വലമൻ വാട്ടർഫോൾസ്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നവരോടൊക്കെ ചോദിച്ചു, ഇവർ ഏകദേശം 2 മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ലക്കി ആയിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ പെർമനൻ്റ് ആയിട്ടുള്ള വാട്ടർഫോളാണിത്. നമുക്ക് ഇത്രയും കാണാൻ പറ്റി. നോക്ക്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 269 മീറ്ററാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അടിഭാഗത്തുള്ള ആഴമെന്ന് പറയുന്നത് 20 മീറ്ററുമാണ്. നമ്മൾ പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പം ഒന്നും കാണൂല, ഫുള്ള് മഞ്ഞായി. ഏതായാലും നമ്മൾ ലക്കി ആയിരുന്നുകൊണ്ട് നമുക്ക് ഫോൾസ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈവനിങ് ഇവിടെ ഇപ്പം സമയം 2:45 കഴിഞ്ഞു. ഇനിയിപ്പം കൂടുതൽ മൂടൽമഞ്ഞ് മൂടത്തേ ഉള്ളൂ. നമ്മൾ നേരത്തെ കയറിപ്പോയതുകൊണ്ട് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ ഇനിയും പോവുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ. നമ്മൾ ഏകദേശം ഒരു 3 മാസം മുമ്പ് വലമൻ ഫോൾസിൽ വന്നായിരുന്നു. പക്ഷേ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര മഞ്ഞായിരുന്നു. നമ്മൾ ആ ഗോർജിൻ്റെ അടിഭാഗത്തേക്ക് പോയായിരുന്നു അന്ന്. അപ്പോൾ ആ പോയ വഴി നിങ്ങളെ കൂടെ കാണിച്ചു തരാം. നമ്മൾ വലമൻ ഫോൾസിൽ വന്നിട്ട് അവിടുത്തെ ഗോർജ് ലുക്കൗട്ടിലോട്ട് പോകട്ടോ. ഇപ്പോൾ ഇവിടെ മഴയൊന്ന് മാറി നിൽക്കുന്ന ടൈമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. കറക്റ്റായിട്ട് അതാ കാണുന്നത്. ഇത് കണ്ടോ വെച്ചാൽ അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള ബെഞ്ചെല്ലാം ഉണ്ട്. കണ്ടോ, ഞങ്ങൾ വന്നപ്പോൾ സൂപ്പർ മഞ്ഞായിരുന്നു. ഇപ്പം നല്ല ക്ലിയർ ആയി വരുന്നുണ്ട്. ഇനി ഒരു കുത്തനെ ഇറക്കമാണ്. ഇത് സ്റ്റെപ്പാണല്ലോ. സ്റ്റെപ്പ് തെന്നാതെ നോക്കണം നമ്മള്. ഓ, ഇതൊരു മരം വീണ് കിടക്കുകയാണല്ലോ. അയ്യോ, ഇതുവഴി പോക്ക് നടക്കുമോ? ഇവിടം വരെ ഇവിടെ ഇത് ബ്ലോക്കായി കിടക്കുക. വലിയൊരു മരം വീണു. അതുകൊണ്ട് കണ്ടോ,
അമ്മച്ചി. നമ്മള് വല്ലമൻ ഫോൾസിലോട്ട് ഇറങ്ങി പോകുന്ന വഴി. അയ്യോ, ഇതിലെങ്ങനെയാ പോകുന്നത്? അങ്ങോട്ട് പോയിക്കോ, ഇച്ചിരി പോകാൻ പറ്റത്തില്ല. ഇച്ചിരിയും കൂടെ പോവാൻ. മറിഞ്ഞ് താഴെ വീണ എന്നെ കൊണ്ട് പറ്റത്തില്ലേ? അതുകൊണ്ട് അവര് പോകും. വാലമൺ ഫോൾസിൽ നമുക്ക് താഴെ പോകണമെങ്കിൽ 3 കിലോമീറ്റർ നമുക്ക് പോകണം. 3 കിലോമീറ്റർ ഞങ്ങൾ നടക്കാനുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് 1 കിലോമീറ്റർ ആയപ്പോൾ മരങ്ങളെല്ലാം താഴെ വീണ് കിടക്കുക. കഴിഞ്ഞ സൈക്ലോണിൽ വീണ മരങ്ങളെ കുറച്ചെണ്ണം ഒരു മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ബാക്കിയൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പം ജെറുമ ഫോൾസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ 500 മീറ്റർ കഴിയുമ്പോൾ റൈറ്റിലോട്ട് ടേൺ ചെയ്യുക. ടൗൺസിൽ നിന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡിലോട്ടാണ് ജെറാമ ഫോൾസ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇങ്കത്തൂന്ന് തിരിച്ച് ടൗൺസിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ വണ്ടി പാർക്ക് എടുത്തിട്ട് കുറച്ച് നടക്കണം. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഓസ്ട്രേലിയൻ സഫാരി എന്നൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണുന്നത് വരേക്കും ബൈ.